1959 റഷ്യയിലെ ഉറാൽ മലനിരകളിലെ ഒരു പാറക്കെട്ട്. ലോക ചരിത്രത്തിലെ ഏറ്റവും അജ്ഞാതമായ, വ്യാഖ്യാനിക്കാനാവാത്ത, ഭീകരമായ മരണങ്ങളുടെ വേദിയായി. ഇത് ബെരിയാബത്ത് പാസ് ഹെഗമേത് ഇന്നുവരെ ഉത്തരമില്ലാത്ത ഒരു ദുരൂഹത. Aiga Dyatlov ത്വം നൽകിയ 9 യുവ ഹിക്കർമാർ ശൈത്യകാല പ്രയാണത്തിനായി പുറപ്പെട്ടപ്പോൾ അവർക്കറിയില്ലായിരുന്നു ആ യാത്ര അവരുടെ ജീവിതത്തിലെ അവസാനത്തേതാണ്. ജനുവരി 27 അവർ കാടുകളും മലകളും കടന്നു മുന്നേറി. അവസാനമായി ലഭിച്ചിരുന്ന അവരുടെ ഡയറി കുറിപ്പ് കാറ്റ് ശക്തമാണ്, പക്ഷേ എല്ലാം നിയന്ത്രണത്തിലുണ്ട്. ഫെബ്രുവരി 1 തീയതി രാത്രി ബെരിയാബത്ത് സംഘത്തിൻ്റെ അവസാന ക്യാമ്പ് കണ്ടെത്തി. അതിൽ ഉണ്ടായിരുന്നതാണ് ലോകത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ സൂചന. ടെന്റ് അകത്ത് നിന്നാണ് വെട്ടി തുറന്നത്. ഭയഭീതിയിൽ അവർ പുറത്തേക്ക് ഓടിയതാണെന്ന് തെളിയിക്കുന്നു. പക്ഷേ എന്തിനാണ്? വഴിയിൽ ഒരു ശത്രുവുമില്ലായിരുന്നു. മോശമായ കാലാവസ്ഥയിലും 10 പേർ ചിലപ്പോൾ ചെരുപ്പില്ലാതെ മഞ്ഞിൽ നഗ്നപാദങ്ങളായി ഓടിയിരിക്കുന്നു. പാതകൾ കാടിൻ്റെ ഇരുണ്ട ഭാഗത്തേക്ക് പോയി പെട്ടെന്ന് അവസാനിക്കുന്നു. ആദ്യ 2 ശരീരങ്ങൾ ഒരു ചെറു പൈൻ മരത്തിന് സമീപം, വസ്ത്രമില്ലാത്ത നിലയിൽ, വിരലുകളിൽ മരത്തിൻ്റെ ചില്ലുകൾ. ജീവനിക്കാനുള്ള അവസാന ശ്രമം. ബെരിയാബത്തിന്റെ ശരീരം മരങ്ങളുടെ ദിശയിലേക്ക് നീങ്ങുന്ന നിലയിൽ, ചെത്തിപ്പോയിരുന്നതുപോലെ, ഒരു അദൃശ്യ ശക്തിയോട് പോരാടി മരിച്ച പോലെ. 2 മാസത്തിനു ശേഷമുണ്ടായ ഏറ്റവും ഭയാനകമായ കണ്ടെത്തൽ. ഗോർജിനുള്ളിൽ 4 പേരുടെ ശരീരങ്ങൾ. ചെസ്റ്റ് എലുമ്പുകൾ പൊട്ടിയ പരിക്ക്, കാറടിച്ചതുപോലുള്ള ശക്തി. പക്ഷേ ബാഹ്യ പരിക്കുകളൊന്നുമില്ല. ഒരു പെൺകുട്ടിയുടെ നാവ് ഇല്ലായിരുന്നു, ആരോ മുറിച്ചെടുത്തതുപോലെ. കണ്ണുകളും കാണാനില്ല, എന്തോ ശക്തിയാണ് ഇങ്ങനെ പ്രതികരിച്ചത്. Radiation, secret weapons, Soviet military, avalanche. അല്ലെങ്കിൽ അദൃശ്യമായ ഒന്നോ? 65 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും മനുഷ്യരാശിയെ നോക്കി നിൽക്കുന്ന ഒരു ഇരുണ്ട ചോദ്യം തന്നെ. അവർ ഓടിയത് എന്തിൽ നിന്ന്? അവർ മരിച്ചത് എന്തിനാൽ? മറുപടി ഇന്നും ഞെട്ടലാണ്.